السلام عليكم ورحمة الله وبركاته ومغفرته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله أما بعد ധാരാളം സയ്യിദന്മാരും ആലിമീങ്ങളും സദസ്സിലും സ്റ്റേജിലുമൊക്കെ നിറഞ്ഞ ഈ അവസരത്തിൽ നിസ്കാരത്തിനോട് അടുക്കുകയും ചെയ്ത ഈ സമയത്തിൽ എൻ്റെ സ്വന്തം നഫ്സിനോട് നിങ്ങളോടും എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഈ ഒരുമിച്ച് കൂടലുകളും നമ്മുടെ എല്ലാ കാര്യങ്ങളും തന്നെ ഈ ദുനിയാവിൽ നിന്ന് ഈമാനോടുകൂടി സലാമത്തായി ആഖിറത്തിൽ സലാമത്താകണമെന്നുള്ളതായിരിക്കുന്ന ഒരു ഉദ്ദേശത്തിനാവണം. അതിനുള്ളതായിരിക്കുന്ന പ്രയത്നം നമ്മൾ ഉണ്ടാവണം. നമ്മൾ മഹത്തുക്കളായിരിക്കുന്ന ഔലിയാക്കന്മാരുടെ പേരിലാണ് ഇവിടെ ഒരുമിച്ച് കൂടിയത്. ആ ഔലിയാക്കന്മാരുടെ വഴിയാണ് ഏറ്റവും വലിയ വഴി. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ആ മഹത്തുക്കളെ വഴിയിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് പരിപൂർണമായി കഴിഞ്ഞിട്ടില്ലെങ്കിലും കഴിവിൻ്റെ പരമാവധി നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കണം. ബഹുമാനപ്പെട്ടതായിരിക്കുന്ന സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു 9ഓളം കാര്യങ്ങൾ ഔലിയാക്കന്മാരെ വഴിയിലേക്ക് പ്രവേശിക്കുന്നവർ പാലിക്കണമെന്ന് പറഞ്ഞ് ആദ്യമായി ഓർമ്മപ്പെടുത്തിയായിരിക്കുന്ന കാര്യം തൗബയാണ്. ഇത് നമ്മൾ ഒരിക്കലും മറക്കരുത്. തെറ്റുകുറ്റങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെ തൗബക്ക് വലിയ സ്ഥാനവും മഹത്വവുമുണ്ട്. നമ്മുടെ ടെൻഷനുകൾ നോക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സലാമത്താക്കുന്നു. എവിടെയും കുടുങ്ങിപ്പോകാതെ അല്ലാഹു രക്ഷപ്പെടുത്തുന്നു. നമുക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അല്ലാഹു നൽകുകയും ചെയ്യുന്നു. ഇങ്ങനെ നിരവധി ഫായിദകൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ നമുക്ക് ഉണ്ട് എന്ന് ഹബീബായിരിക്കുന്ന റസൂൽ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ എല്ലാം പുറത്ത് ഇന്നത്തെ മഹത്തായിരിക്കുന്ന രാത്രി, അതുപോലെ തന്നെ കടന്നു വരുന്നതായിരിക്കുന്ന റമദാനു ശരീഫ്, ഇവിടെ ഒക്കെ നമ്മൾക്ക് ചെയ്യാൻ കൂടുതൽ സ്വാലിഹായ അമലുകൾ ചെയ്യണമെങ്കിലും ചെയ്യുന്നതിന് ഖബൂലിയത്ത് കിട്ടണമെങ്കിലും നാം ക്ലീനാവണം. ശുദ്ധമായിരിക്കുന്ന ഹൃദയത്തിൻ്റെ ഉടമസ്ഥരാകണം. നമുക്കറിയാം, ഒരു ഗേറ്റാവട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലങ്ങളാവട്ടെ പെയിൻ്റ് അടിച്ച് അതിനെ നമ്മൾ ചന്താക്കുകയാണെങ്കിൽ അതിൻ്റെ മുമ്പ് അതിലുള്ളതായിരിക്കുന്ന ഗലേജുകളൊക്കെ ക്ലീനാക്കി അതെല്ലാം നീക്കി മാറ്റിയെങ്കിലേ ആ പെയിന്റിന് ശോഭ ഉണ്ടാവും. എന്ന പോലെ നമ്മൾ ചെയ്യുന്ന ഏതൊരു ഇബാദത്തും അതിനൊരു ശോഭയും അതിനൊരു ഭംഗിയും അത് നമുക്കൊരു ലദ്ദത്ത് അനുഭവപ്പെടണമെങ്കിൽ നമ്മൾ ആദ്യം ക്ലീനാക്കണം. അതുകൊണ്ട് എല്ലാവരും ചെയ്തു പോയതായിരിക്കും തെറ്റുകുറ്റങ്ങളെ തൊട്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി മാഫപേക്ഷിച്ചുകൊണ്ട് ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ട് ഹൃദയശുദ്ധി കൈവരുത്തിക്കൊണ്ട് നാം അള്ളാഹുവിലേക്ക് മുന്നിടുക. എന്ത് പറയുമ്പോഴും ചെയ്യുമ്പോഴും ആലോചിക്കുമ്പോഴും ഇതെല്ലാം അള്ളാഹു കാണുന്നുണ്ട്. അള്ളാഹു ഹാദിരി, എപ്പോഴും അള്ളാഹു എന്നോട് കൂടി ഹാദറാണ്. അള്ളാഹു നാദിരി, എപ്പോഴും അള്ളാഹു എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹു ഷാഹിദി, ഞാൻ എന്ത് ചെയ്താലും പറഞ്ഞാലും പ്രവർത്തിച്ചൊക്കെ അള്ളാഹു അതിന് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. അള്ളാഹു മഴി, അള്ളാഹു എന്നോട് കൂടെയുണ്ട്. ഈ ഒരു ചിന്ത ഒറ്റക്കാകുമ്പോഴും കൂട്ടത്തിലാകുമ്പോഴും സന്തോഷത്തിൻ്റെ ഘട്ടത്തിലാകുമ്പോഴും ദുഃഖത്തിൻ്റെ ഘട്ടത്തിലാകുമ്പോഴും നമ്മൾ ഇന്ന് വിട്ടുപോകരുത് എന്നുള്ളതായിരിക്കുന്ന ഒരു ഉപദേശം എൻ്റെ നഫ്സിനോട് നടത്തുന്നു. അത് നിങ്ങളെ കേൾപ്പിക്കുകയും ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് ഈ എല്ലാവർക്കും വേണ്ടി ഞാൻ ഇൻഷാ അല്ലാഹ് എൻ്റെ കൈവന്മാരുമായി ദുആ ചെയ്യും. ഈ സാധനു വേണ്ടി നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.